അങ്കണവാടിയിൽ എത്തിച്ചേരുന്ന കുട്ടികൾക്ക് തയ്യാറാക്കിയിരിക്കുന്ന മെനു എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ള ഫണ്ട് ആര് നൽകും എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കുട്ടികൾക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തയ്യാറാക്കിയ നാരങ്ങാ വെള്ളം, കാലാനുസൃതമായി ലഭിക്കുന്ന പഴച്ചാറുകൾ, കരിക്കിൻ വെള്ളം, മോരിൻ വെള്ളം, കഞ്ഞിവെള്ളം തുടങ്ങിയവ നൽകാൻ നിർദ്ദേശം. പലഹാരങ്ങൾക്ക് രുചി കൂട്ടാൻ പ്രാദേശികമായി ലഭിക്കുന്ന പഴങ്ങൾ, ഏത്തപ്പഴം, ചക്കപ്പഴം, മധുരക്കിഴങ്ങ്, പുഴുങ്ങിയത് എല്ലാറ്റിനും കൂടി അനുവദിച്ചത് കുട്ടി ഒന്നിന് 6 രൂപ. ബാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ തരണമെന്നാണ്. എവിടെ നിന്നെടുത്ത് തരുമെന്ന് ചോദിക്കരുത്. കാർബണൈഡ് ശീതളപാനീയങ്ങൾ, അധികം മധുരം ചേർന്ന ജ്യൂസ്, പൊടികൾ എന്നിവ നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കി വേണം പഴച്ചാറും കരിക്കിൻ വെള്ളവും മറ്റും നൽകാൻ. അധികം ഉപ്പ്, മധുരം, കൊഴുപ്പ് എന്നിവയടങ്ങിയതും അത്യധികം സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങളും ഒഴിവാക്കണം. ചീരയ്ക്കൊപ്പം മുളപ്പിച്ച പയർ, പയറില എന്നിവ ചേർക്കാനും നിർദ്ദേശമുണ്ട്. മുട്ട ബിരിയാണി, മുട്ട പുലാവ്, വെജിറ്റബിൾ പുലാവ് തുടങ്ങിയവ ഉൾപ്പെടുത്തി അങ്കണവാടികളിലെ മെനു വനിതാ ശിശു വികസന വകുപ്പ് പരിഷ്കരിച്ചിരുന്നു. ഇതിനുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്ന് അങ്കണവാടി ജീവനക്കാർ വേവലാതിപ്പെടുമ്പോഴാണ് പഴച്ചാറും കരിക്കിൻ വെള്ളവുമൊക്കെ നൽകാനുള്ള നിർദ്ദേശവും മെനുവും മാത്രമേ ഉള്ളൂ, ഫണ്ടില്ല. അതിലാണ് ജീവനക്കാർ ധർമ്മസങ്കടത്തിലാകുന്നത്.